ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ SKPSന്റെ സ്വന്തം കലാകാരി, കുട്ടികൾക്കായി ഒരു ചെറു കവിതാ സമാഹാരം തന്നെ സമർപ്പിച്ച സുവർണ. ലാവൻഡർ ബ്ലൂംസ് എന്ന കവിതാ സമാഹാരം സാഹിത്യ ലോകത്തിന് സമ്മാനിച്ച യുവ എഴുത്തുകാരി. വെൽക്കം സുവർണ. താങ്ക് യു. കവിതകൾ ഞാൻ വായിച്ചു, അതിമനോഹരമായിരിക്കുന്നു. ചെറുപ്പം മുതൽ കവിതകൾ എഴുതുമായിരുന്നോ? 8ാം ക്ലാസ് മുതലാണ് ഞാൻ പതിയെ പുസ്തകങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയത്. വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് തൊട്ട് പതിയെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. പതിയെ ഞാൻ പാട്ടുകൾ കേൾക്കുമായിരുന്നു. പാട്ടുകൾ കേൾക്കാൻ എനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു. അങ്ങനെ കേട്ടപ്പോൾ എനിക്കും സ്വന്തമായിട്ട് എഴുതാൻ തോന്നി. അങ്ങനെ ഞാൻ പതിയെ ചെറിയ പാട്ടുകൾ എഴുതി. എന്നിട്ട് ഞാൻ എൻ്റെ ടീച്ചറിനെ കൊണ്ട് പാട്ടുകൾ കാണിച്ചപ്പം ടീച്ചർ പറഞ്ഞു നല്ല രസമുണ്ട്, അങ്ങനെയാണെങ്കിൽ കലോത്സവത്തിന് പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ടീച്ചർ എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ കുറേ അധികം കവിതകൾ എഴുതി തുടങ്ങി. അതിലെത്തിയപ്പോഴത്തേക്കും അമ്മയും അച്ഛനും എന്നോട് പറഞ്ഞു, എന്നാൽ നമുക്കിത് പബ്ലിഷ് ചെയ്യാമല്ലോ, എന്താണെങ്കിലും 15ഓളം കവിതകൾ ഉണ്ടല്ലോ, പബ്ലിഷ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനൊരു 15 കവിതകളും കൂടി എഴുതി. ഈ കവിതകളെ പുസ്തകങ്ങളാക്കാൻ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? തീർച്ചയായിട്ടും എൻ്റെ അമ്മയും അച്ഛനും പിന്നെ അധ്യാപകരുമാണ് എൻ്റെ പുസ്തകം എഴുതാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. വായനാശീലം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതി അത് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് എന്താണ് സുവർണയ്ക്ക് പറയാനുള്ളത്? ഇന്നത്തെ തലമുറയുടെ ഒരു ഭാഗമാണ് ഞാനും. എന്നാൽ വായനാശീലത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ അറിവ് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാൽ സോഷ്യൽ മീഡിയയോടൊപ്പം നമ്മൾ വായനാശീലവും ഉളവാക്കേണ്ടതാണ്. പുസ്തകം എന്നത് നല്ലൊരു സുഹൃത്തു കൂടിയാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച സുവർണയ്ക്ക് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. SKPS സ്കൂളിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു.